രുചി വൈവിധ്യങ്ങളാൽ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കാൻ സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യ ബജറ്റ് അവതരണത്തിന് ശേഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണനെയും സ്വന്തം പാർട്ടിയിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ നന്ദകുമാറിനെയും തിരുത്തി 3-ാം വാർഡ് മെമ്പർ എല്ലിശ്ശേരി വിശ്വനാഥൻ. കഴിഞ്ഞ ഭരണസമിതിയുടെ നേട്ടങ്ങൾ പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരുത്തിയപ്പോൾ ബജറ്റ് അവതരണ ചർച്ചയുടെ രീതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മനസ്സിലാക്കി കൊടുത്തുകൊണ്ടായിരുന്നു എല്ലിശ്ശേരി വിശ്വനാഥന്റെ പ്രസംഗം. ബഡ്ജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ അതിനൊരു സമയം അനുവദിച്ച് നൽകണം. ഉച്ചയ്ക്ക് ശേഷമാണ് ബഡ്ജറ്റ് ചർച്ച നടക്കേണ്ടത്. അപ്പോഴേണ് ഉണ്ടാക്കിയ ആളുകളല്ലാത്ത ആളുകൾക്ക് ബഡ്ജറ്റിനെ കുറിച്ച് പഠിച്ച അഭിപ്രായം പറയാൻ കഴിയും. ഇവിടെ പ്രസിഡന്റ് അതല്ലാതെ സൂചിപ്പിച്ച ഒരു വിഷയത്തിന് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് തോന്നിയാണ്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ ഇവിടെ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ സ്വാഗതം ചെയ്യുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നതിന് വേണ്ടിയല്ല ഞാൻ ഈ വേദിയിലേക്ക് കയറിയത്. കാരണം പ്രസിഡന്റ് സൂചിപ്പിച്ചത് കഴിഞ്ഞ കാലങ്ങളിൽ 143 വീടാ കൊടുത്തേന്ന 149. കഴിഞ്ഞ 5 വർഷക്കാലത്ത് ഏറ്റവും കൂടുതൽ വീട് കൊടുത്തതിന്റെ ഭാഗമായിക്കൊണ്ടാണ് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും തിളക്കമാർന്ന പ്രവർത്തനം നടത്തിയ പഞ്ചായത്ത് എന്ന നിലയ്ക്ക് ചേലക്കര ഗ്രാമപഞ്ചായത്തിന് ജില്ലാ തലത്തിലെ അംഗീകാരം ലഭിച്ചത്. അത് ഏറ്റുവാങ്ങിയ ഒരു പ്രതിനിധിയും കൂടിയാണ് പഞ്ചായത്ത് സെക്രട്ടറി എന്നതുകൊണ്ട് ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് പറയാം. പഞ്ചായത്ത് സെക്രട്ടറിക്ക് ചീഫ് സെക്രട്ടറി എന്ന നിലയ്ക്ക് പറയാൻ കഴിയില്ല. പിന്നെ മറ്റൊരു കാര്യം, ഭൂരഹിത ഭവനരഹിത പദ്ധതി പ്രകാരമുള്ള ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിന് അല്ലെങ്കിൽ നടപ്പാക്കുന്നതിന് ഭൂമി വാങ്ങാൻ വേണ്ടി പ്രത്യേക ഫണ്ട് വച്ചില്ലെങ്കിൽ പോലും ഭവന നിർമ്മാണത്തിന് വെക്കുന്ന ഫണ്ടിന് ആ പ്രൊജക്റ്റ് അടിക്കുമ്പോൾ തന്നെ സ്ഥലം വാങ്ങിക്കാനുള്ള ഫണ്ടും കൂടി ഉപയോഗിക്കാവുന്നതാണ് എന്ന് നിർവഹണ ഉദ്യോഗസ്ഥൻ ചേർത്താൽ അത് ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10-32 പേർക്ക് ഭവന സ്ഥലം വാങ്ങിക്കുന്നതിന് കാശ് കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകം വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. 1 കോടി രൂപ ജനറൽ വിഭാഗത്തിനും 50 കോടി രൂപ SC വിഭാഗത്തിനും മാറ്റി വയ്ക്കുമ്പോൾ തന്നെ 44 കോടിയിലേറെ രൂപ സ്ഥലം വാങ്ങിക്കാനും മാറ്റി വെച്ചിട്ടുണ്ട് എന്നതാണ് എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയേണ്ടത്. ഈ വർഷത്തിൽ 44 ലക്ഷത്തിലേറെ രൂപ, 50 ലക്ഷം രൂപ SC വിഭാഗത്തിനും 1 കോടി രൂപ ജനറൽ വിഭാഗത്തിനും ഈ വർഷത്തെ പദ്ധതിയിൽ. അപ്പോൾ ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പരിശോധിച്ചിട്ടേ പറയുള്ളൂ. നമ്മൾ കാർഷിക മേഖലയിലാണ് എന്ന ബഡ്ജറ്റിൻ്റെ ആദ്യം തന്നെ സൂചിപ്പിച്ചെങ്കിലും കാർഷിക മേഖലയ്ക്ക് വേണ്ടത്ര ഊന്നൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി പരിശോധിക്കണമെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ബഡ്ജറ്റ് ഇപ്പോൾ കണ്ടതുകൊണ്ട് ഞാൻ പൂർണ്ണമായി വായിച്ചിട്ടില്ല, എല്ലാ സംഖ്യകളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതനുസരിച്ചുകൊണ്ട് ബഡ്ജറ്റിൽ ഇനിയും കൂടി ഉൾപ്പെടുത്താമെന്ന് പ്രസിഡന്റ് പറയുന്നുണ്ട്. അത് പദ്ധതി രേഖ വന്നപ്പോഴും നമ്മളതുമാതിരി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയുള്ള പോരായ്മകൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പിന്നീട് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ബഡ്ജറ്റ് പൂർണ്ണമാക്കണമെന്നാണ് എനിക്കിതുമായി ബന്ധപ്പെട്ടുള്ളത്. പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൂചിപ്പിച്ച പോലെ ബഡ്ജറ്റിൽ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം അന്തിമമാക്കേണ്ടതാണ്. അതിൽ കൂട്ടിച്ചേർക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. കണക്കുകളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തന്നെ ഞാൻ ഇപ്പോൾ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ശ്രദ്ധയിലുള്ള കാര്യമാണ് എന്നതുകൊണ്ട് മാത്രം സൂചിപ്പിച്ചതാണ്. ബഡ്ജറ്റിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യാതെ തന്നെ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും.
ഇഷ്ടമുള്ളത് മനസ്സിൽ നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര. ഫോൺ 9447 062266.